താലപ്പൊലി പിടിച്ചോണ്ട് വരുന്നുണ്ട്. നടത്തം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഗജകാമിനി വാക്ക് വിത്ത് താലം. Hi guys, good morning. Welcome to our new vlog. Welcome to another vlog from Fort Cochin. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ, കൊച്ചിയിലെ ഏറ്റവും ഹൈപ്പുള്ള ഒരു ബുഫേ ആണ്. ഈ ബുഫേ കാരണം ഈ ഒരു സ്ഥലം ഹിറ്റായ ഒരു സ്ഥലമാണ്. ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ. ഏകദേശം 2 to 3 weeks മുമ്പ് ബുക്ക് ചെയ്താലേ നമുക്ക് വേണ്ട സ്ലോട്ട് കിട്ടുകയുള്ളൂ. 2 സ്ലോട്ടാണ്, ഒന്ന് 11 to 12:30, പിന്നെ ഒന്ന് 1 to 2:30. 1 to 2:30 കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഫുഡ് അടിപൊളിയാണ്. നമ്മൾ കഴിച്ചിട്ടുണ്ട്. ബുഫേ ഫുഡ് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ നോർമൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ഇറ്റ്സ് ഓൺലി 600 rupees. സോ ആ ഒരു സംഭവം വേർത്താണോ, ഹൈപ്പിന് വേർത്താണോ എന്നൊക്കെ നോക്കാം. അതിന് മുമ്പ് മുതലാളി വന്നിട്ടുണ്ട്. ഓമ്പോ കോട്ട് സെറ്റ് ഒക്കെ ആണല്ലോ. അമേരിക്കയിൽ നിന്നാണോ? എനിക്ക് തരുമോ? നമ്മുടെ സൈസൊക്കെ ഒന്ന് തന്നെയാണ് ഇപ്പൊ. അടിപൊളിയായിട്ടുണ്ട്. അല്ല ഒന്നാ. അപ്പൊ നമ്മുടെ AKP വരും. എന്നിട്ട് നമുക്കൊന്ന് AKP പള്ളിയിൽ പോയി. മുമ്പ് നമ്മുടെ വേദുമോന്റെ ഡ്രസ്സ് ഒക്കെ നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇത് ഷർട്ടാണ്, പക്ഷെ അറ്റാച്ച് ജാക്കറ്റ് പോലെയാണ് വരുന്നത്. ഇങ്ങനത്തെ കസ്റ്റമൈഡ് ഷർട്ട്സ് ഒക്കെ ഒരു 600 തൊട്ട് 750 780 റേഞ്ചിലൊക്കെ നമ്മുടെ ഷോപ്പിലുണ്ട്. വിച്ച് ഇസ് ടോട്ടലി വേർത്ത്. ഭയങ്കര യുണീക്കാണ്. എല്ലാത്തും ഒരു പീസേ കാണുള്ളൂ, ചിലപ്പോൾ ഒരു സൈസ് വരെ കാണുള്ളൂ. ആൻഡ് പ്യോർ കോട്ടൺ ആണ്. വേദുവിന്റെ എന്ത് സ്റ്റൈൽ, ഉറക്കം വരുന്നവന്. വേദുവിന് എന്ത് സ്റ്റൈലാന്ന് നോക്ക്. മറ്റേ സൈൻ കാണിച്ച വേദു, ലവ് സൈൻ കാണിച്ച, തിരിഞ്ഞിട്ട് ലവ് സൈൻ കാണിച്ച, നോക്കട്ടെ. കൊറിയൻ ബോയ്. നൈസ്. അപ്പോ ദിയ വന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ പോവാം. ഓക്കെ. ഇത്ര നേരം ദിയ ഇല്ലാത്തതിന്റെ ഒരു വിഷമത്തിലായിരുന്നു ഇവൻ. സമാധാനായ? ഹലോ, ഹാപ്പിയായ? ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ നാപ്പിയർ റിസോർട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, ഫോർട്ട് കൊച്ചിയിൽ. നിങ്ങൾ ഒരു തവണ വന്ന് താമസിക്കാൻ നോക്കുക. റിസോർട്ട് ഇസ് നോട്ട് ലൈക്ക് ഒരു 5 star അൾട്രാ ലക്ഷറി ഒന്നുമല്ല, പക്ഷേ ഒരു നല്ല ഒരു ഹെറിറ്റേജ് 100-year-old ബിൽഡിംഗ് ആണ്. ഇവിടെ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്ന 300-year-old ബിൽഡിംഗ് ആണ്. ഇപ്പം അഗോഡയിൽ GoIB പോലും ഏകദേശം ഒരു 3,100 ഇവരുടെ ബേസിക് റൂം കണ്ടു. സോ അതിൽ പൂളുണ്ട്. ഫോർട്ട് കൊച്ചിയുടെ പ്രൈം ലൊക്കേഷനിലാണ്. ഒരു വീക്കെൻഡ് ഫോർട്ട് കൊച്ചി പ്ലാൻ ചെയ്യുക. ഐ എം ഷുവർ യു വിൽ ഹാവ് എ ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഫ്രം എനിവെയർ എൽസ് വാട്ട് യു ക്യാൻ ഹാവ് ഇൻ കേരള. അപ്പോൾ അതിനൊരു നല്ല ബേസ് ആണ് ഈ സംഭവം. ഞാൻ പറഞ്ഞില്ലേ, വെളിയിൽ വേറെ വെയിറ്റിംഗ് ആണ്, അത്രയും തിരക്കാണ്. ഭാഗ്യത്തെ നമ്മുടെ വൈഫ്സ് നമ്മളുടെ അടുത്ത് ഉടക്കുന്ന പോലെ ഇവരുടെ അടുത്തും പോയി ഉടക്കിയിട്ട് ലാസ്റ്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട് 1 മണിയിലത്തെ സ്ലോട്ടിന്. കറക്റ്റ് 1:02 നമ്മളെത്തി. പ്രിയ, നമ്മൾ ബ്രഞ്ച് കഴിക്കാനല്ലേ വന്നേ, എന്നിട്ട് ഇപ്പം ഈ ലെവലായി. പ്രിയ ഡ്രസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ കമ്പാരിസൺ ആണ് എല്ലാം, അല്ലെ? മെറ്റീരിയൽ, റേറ്റ്, നമ്മുടെ ഷോപ്പിലേക്ക് പറ്റുമോ, ഷോപ്പിലേക്കുള്ള സംഭവങ്ങൾ ഇങ്ങനത്തെ സെല്ലാകുമോ, ഫുൾ ബിസിനസ് മൈൻഡ് ടാക്ടിക്സ്. പണ്ടാണെങ്കിൽ ഇത് എനിക്ക് ചേരുവോ ഇല്ലയോ, അത്ര മാത്രം മതി. ഏത് ബ്രാൻഡാണ്, പ്രൈസിന് വർത്ത് ആണോ, കോട്ടൺ ആണോ, മറ്റേതാണോ, ഫാബ്രിക് അസോഡൈ ഫ്രീ ആണോ എന്നും കൂടെ നോക്കാൻ പറ്റും. ഞാൻ ലാബും കൂടെ പിടിച്ചോണ്ട് നടക്കണം. നല്ലൊരു നല്ല രീതി ചെയ്തിട്ടുണ്ട്. റൂമും സീലിംഗ് ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ടാ. ഓ, ഇനി അത് കോപ്പി അടിക്കും, അത് വേണമെന്ന് പറയും പനീഷിനെ വിളിച്ച്. തുടങ്ങിയ മാഡം ഓൾറെഡി വിശക്കുന്നില്ലല്ലോ, അതാ. ഇവിടെ മെയിൻ ആയിട്ടുണ്ടല്ലോ, നമുക്ക് ഇവിടെ ഒരു മറ്റേ വെജ് നോൺ വെജ് അങ്ങനത്തെ കോൺസെപ്റ്റ് അല്ല. എല്ലാ ഫുഡും കുറച്ച് യുണീക്ക് ടേസ്റ്റുകളാണ്. അറിയാലോ ലീലയുടെ ഫുഡിന്റെ ടേസ്റ്റ്. ബുഫേ എങ്ങനെയുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് ഞാൻ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആണ് കഴിച്ചിട്ടാ. സ്ട്രോബെറി മിൽക്ക് ഷേക്ക് അല്ല ഇത്, എനിക്കൊന്ന് യോഗേർട്ട്, സ്ട്രോബെറി യോഗേർട്ട് ആൻഡ് ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട്, ജ്യൂസ് ആയിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഫുഡ് ഇതുവരെ കാണിക്കാൻ പറ്റിയില്ല. എൻ്റെ ഇടയ്ക്ക് ഒരാളെ നിർത്തി, ഡെസേർട്ടായി. എളുപ്പമായിട്ട് കിട്ടി. ബാക്കിയുള്ളടുത്ത് തിരക്കാണ്. സോ ഇവിടെ ആക്ച്വലി കോണ്ടിനെന്റിലും അകത്ത് നാടനാണ്. ബീഫ് ബിരിയാണി കൊണ്ടുവന്ന് മേടിയാൻ പറഞ്ഞു. പാൽക്കപ്പ, മീൻകറി, പച്ചമാങ്ങ സാലഡ്, എന്തൊക്കെയാണെന്ന് അകത്ത് പയ്യെ പോയി നോക്കാം. ചമ്മന്തി, ചോക്ലേറ്റ് കേക്ക്. എന്തൊരു കോമ്പിനേഷൻ. ഇത് നോക്ക്, ചമ്മന്തിയും ചോക്ലേറ്റ് കേക്കും. താലപ്പൊലി പിടിച്ചോണ്ട് വരുന്നുണ്ട്. നടത്തം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഗജകാമിനി വാക്ക് വിത്ത് താലം. ഇത് ചിക്കൻ കറി, ബീഫ് ബിരിയാണി, ഫ്രൈംസ്, സാലഡ്. ചമ്മന്തി എടുത്തില്ലേ? പാൽക്കപ്പ എടുത്തില്ലേ? മീൻകറി എടുത്തില്ലേ?
എല്ലാം ഉണ്ട്. ഒരു പ്ലേറ്റിൽ ഞാൻ അത് കണ്ടില്ല. കുഴപ്പമില്ല, ഇനി ഉണ്ടല്ലോ, മൾട്ടിപ്പിൾ റൗണ്ട്സ് എടുക്കാമല്ലോ. തിരക്കില്ലാത്തപ്പോൾ കുറച്ച് കാര്യം കാണിച്ചുതരാം. പ്ലെയിൻ പാസ്തയാണ്, എനിക്കൊന്ന് സോട്ടേഡ് വെജിറ്റബിൾസ്, പിന്നെ അതിൻ്റെ കൂടെ ഇടാൻ പറ്റിയ കുറച്ച് ഒരു ടൊമാറ്റോ ഷഷൂക്ക സംതിങ് ടർക്കിഷ് ആണെന്ന് തോന്നുന്നു, മുട്ട ഒഴുങ്ങിയത് ആൻഡ് ചിക്കൻ പോട്ട് പൈ. അതല്ലാതെ ഇവർ റാമനും ഉണ്ടാക്കി തരും, അത് കൊള്ളാമല്ലോ റാമൻ. പക്ഷെ നോൺ വെജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് വലിയ ടേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ സംഭവം കൊള്ളാം. പാസ്ത എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ, കാരണം ഇറ്റ്സ് ലൈക്ക് പ്ലെയിൻ പാസ്തയാണ്, കുറച്ച് തണുത്തുപോയി. ഇത് ടൊമാറ്റോ ഒരു പേസ്റ്റ് വെച്ച് ഉണ്ടാക്കുന്നത്, നോട്ട് കെച്ചപ്പ്, പേസ്റ്റ് വെച്ച് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള സംഭവം. ഇത് രണ്ടും ഒരു മിക്സ് ചെയ്ത് കഴിക്കാൻ കുഴപ്പമില്ല, പക്ഷേ കുറച്ച് ചിക്കനും വല്ല ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തന്നെ. പക്ഷേ ചിക്കൻ പോട്ട് പൈ ഇസ് റിയലി ഗുഡ്. മാഷ് പൊട്ടേറ്റോസ്, കുറച്ച് ക്രീം, ചിക്കൻ ആൻഡ് സം ഗുഡ് പേസ്ട്രി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ബേക്ക്ഡ് ഡിഷാണ്. ഒരു ലസാനയുടെ ഒക്കെ വേറൊരു വേർഷൻ പോലെ. പാസ്തയ്ക്ക് പകരം കൂടുതൽ പൊട്ടേറ്റോസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ്, നല്ലൊരു കോണ്ടിനെൻ്റൽ സ്റ്റാർട്ടറാണ്. ഇത് ഗുഡ് സ്ട്രോബെറി അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഇതുപോലെ നല്ല ഫിഷ് ഫ്രൈ ഒക്കെ അവർ കൊണ്ടുവന്ന് സെർവ് ചെയ്യും. ഐല ഫ്രൈ ആണ്, അടിപൊളി. ബിരിയാണി എങ്ങനെയുണ്ട് മാഡം? ബീഫാ? ബീഫ് ബിരിയാണിയാണ്, കഴിച്ചിട്ട് അറിഞ്ഞില്ല, മട്ടൻ പോലെയുണ്ട്. ബീഫ് ബിരിയാണി, ഫ്രൈംസ്, ചിക്കൻ കറി, പാൽക്കപ്പയ്ക്കൊന്ന് എടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. കോണ്ടിനെന്റലും ഉണ്ട്, ആ സമയത്ത് നാടനും ഉണ്ട്. കുറച്ച് ചോറ് വെക്കാമായിരുന്നു. കേർഡ് റൈസും ഉണ്ട്, കഞ്ഞിയും ഉണ്ട്. കഞ്ഞി വേണ്ടായിരുന്നു, ആക്ച്വലി ചോറ് മതിയായിരുന്നു. ഈ മീനിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതല്ല. അത് കേർഡ് റൈസും ഫിഷ് ഫ്രൈ നല്ല. ഇതുണ്ട് ഉപ്പിലിട്ട ചിക്കനോ അങ്ങനെ എന്തോ ഇതിന്റെ പേര്. എന്നാലും ഞാൻ പോയി ടേസ്റ്റ്. ഉപ്പിലിട്ട ചിക്കനോ? അങ്ങനെ എന്താ അത്? ഉപ്പരച്ചി. അതെന്താ സംഭവം? പോയി ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇറച്ചി വല്ലതും ആയിരിക്കും. നോക്കട്ടെ. കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ ഓരോന്നോരോന്ന് സമാധാനത്തോടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഉപ്പിലിട്ട ഇറച്ചി, എനിക്കൊന്ന് ജസ്റ്റ് ബോയിൽഡ് ബീഫാണ്, ഉപ്പിറച്ചി. ആൻഡ് ഇത് ബീഫ് ബിരിയാണി, ഇവരുടെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ്. അത് രണ്ടൊന്ന് ട്രൈ ചെയ്യാം. ഐല ഫ്രൈ സൈഡിലുണ്ട്. ഇത് നല്ല ഹെൽത്തി സംഭവമാണ്. ആക്ച്വലി നമ്മൾ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനത്തെ ഒരെണ്ണം കിട്ടിയ സംഭവമാണ്. വെറുതെ ബീഫ് നല്ലതല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇത് ബീഫ് അടിപൊളിയാ, ബിരിയാണിയുടെ കൂടെയും പോകും. ഇത് കണ്ട, ഇതിലെ ബീഫ് ബിരിയാണിയുടെ ബീഫ് നോക്ക്. ഇതിന് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ബീഫ് ഇവർ ഫ്രഷ് ആയിട്ട്, ഫ്രോസൺ പോലും അല്ല, ഫ്രിഡ്ജ് വെച്ചല്ല, ഫ്രഷ് ആയിട്ട് വാങ്ങിക്കൊണ്ട് വരുന്നതെന്ന് തോന്നുന്നു. ഇറ്റ്സ് സോ സോഫ്റ്റ് ആൻഡ് മൈൽഡ്ലി സ്പൈസ്ഡ് ആയിട്ടുള്ള റൈസ്. ഒട്ടും സ്പൈസി അല്ല, കംപ്ലീറ്റ് ബീഫിന്റെ ഫ്ലേവർ. എൻ്റെ വീണ്ടും വീണ്ടും അതാ കാണിക്കാൻ തോന്നുന്നു. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ബീഫ് പീസസ്, കൺസിസ്റ്റൻ്റ്ലി ഓൾ ദ പീസസ് ആർ സോ ഗുഡ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യാണ്, 600 രൂപയേ ഉള്ളൂ കേട്ടോ ഈ സംഭവത്തിന്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. പറയുന്ന സെഷനിൽ ഓരോന്നോരോന്ന് കാണിക്കാവേ. ഇത് ഇവിടെ ഡെസേർട്ടാണ്, കേക്ക്സ്, ഡോണട്ട്, കുറേ പേസ്ട്രീസ്, ചോക്ലേറ്റ് പേസ്ട്രി, ബ്രൗണി, പീനട്ട് ബട്ടർ എന്തോ ഇൻക്ലൂഡിങ് വാഫിൾ, ഇത് ബാക്ലാവയാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കുറേ സാലഡ്സും ഫ്രൈംസ് ഒക്കെ ഉണ്ട്. നോൺ വെജിൻ്റെ കുറച്ച് സാധനങ്ങൾ, തലശ്ശേരി കോഴിക്കറി അതൊന്നും എടുക്കണം. ഇത് കാന്താരി പോത്ത് അടിപൊളിയായിരിക്കും. ഇതിലാണ് നമ്മുടെ ഉപ്പിലിട്ട ബീഫ്. വെജാണെങ്കിൽ കൂർക്ക വറ്റിച്ചത്, അതുപോലെ തന്നെ കോവയ്ക്ക പൊള്ളിച്ചത്, കണ്ടെല്ലാം വെറൈറ്റി സംഭവങ്ങളാണ്. സ്റ്റൂ, വെജ് സ്റ്റൂ, ഇത് ഇവരുടെ ബിരിയാണി ആൻഡ് ഇത് അവരുടെ വെജ് പുലാവ്. കൊള്ളാം അല്ലേ? ഇടിയപ്പം ഉണ്ട്, ഇടിയപ്പം പോത്തിറച്ചി അടിപൊളിയായിരിക്കും. ട്രൈ ചെയ്യാം. പാൽക്കപ്പയുണ്ട്, മീൻ വറ്റിച്ചതുണ്ട്, കഞ്ഞി, ചമ്മന്തി അടിപൊളിയാന്ന് പറഞ്ഞു, കേർഡ് റൈസ്, തോരൻ. ഞാൻ അതും ബീഫും ട്രൈ ചെയ്ത് നോക്കാവുന്നത്. പാൽക്കപ്പ ചിക്കൻ കറി ആക്ച്വലി സാധാരണ ഒരു ചിക്കൻ കറിയാണ്, ഒരു ഹോംലി ചിക്കൻ കറി. എല്ലാം മൈൽഡ്ലി സ്പൈസ്ഡ് ആണ്. അതുപോലെ തന്നെ കാന്താരി ബീഫ് അത്രയും സ്പൈസി ഒന്നും അല്ല, പക്ഷെ ബീഫിൻ്റെ ക്വാളിറ്റിയിലാണ് ബെസ്റ്റായിട്ട് നിൽക്കുന്നത്. ഈവൻ ബിരിയാണി ആണെങ്കിലും എല്ലാം കറീനെ കാട്ടി കൂടുതൽ, ഈവൻ റൈസിനെ കാട്ടി ടേസ്റ്റ് ഇതിൻ്റെ മീറ്റിനാണ്. ചമ്മന്തി സ്റ്റാറാണ്, ചമ്മന്തിയും പാൽക്കപ്പയും ഒരു രക്ഷയില്ല, ഭയങ്കര കോമ്പിനേഷൻ. ഞാൻ ഇവിടെ കാന്താരി ബീഫ് എന്തൊരു സോഫ്റ്റാണ്, പക്ക കാന്താരിയുടെ ഫ്ലേവർ അതിൽ നിന്ന് കിട്ടുന്നത്. വേറെ ഒരു മറ്റേ മുളക് പൊടിയുടെ, പെപ്പറിൻ്റെ, ഇവൻ ഉപ്പിൻ്റെ പോലും അത്ര ഫ്ലേവർ കിട്ടുന്നത്. ശരിക്കും കാന്താരിയുടെ ഫ്ലേവർ ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒരു കാന്താരി ചമ്മന്തി ഇല്ലേ, ആ ഒരു ഫ്ലേവറാണ് ഈ ബീഫിൽ നിന്ന് കിട്ടുന്നത്. യൂണീക്കാണ് എല്ലാം. ഇടിയപ്പവും സൂപ്പറാണ്, പക്ഷെ ചമ്മന്തി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാന്താരി ബീഫും ചമ്മന്തിയും ഇടിയപ്പവും സംഭവം അടിപൊളി. 600 രൂപയ്ക്ക് ഒരു ക്വസ്റ്റനിങ്ങും ഇല്ല. ക്വാളിറ്റി ഓഫ് ദ ഫുഡ് ഇസ് ഗുഡ്. സ്പ്രെഡ് അത്രയും ലാർജ് അല്ലെങ്കിൽ പോലും 600 രൂപയ്ക്ക് ഫോർട്ട് കൊച്ചി വന്ന് ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ ആ ഒരു പഴയ വീട്ടിലിരുന്ന് നല്ല ക്വാളിറ്റി ഫുഡ് വിത്ത് നൈസ് സർവീസ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഇനി ഡെസേർട്ടിലേക്ക് പോയി നോക്കാം.
ആ കൂടെ കിട്ടിയ 2 ഡെസേർട്ട് ഇതാണ്. അതിന് കാരണം ഇവർ രണ്ടുപേരുമാണ്. എല്ലാം എടുത്തോണ്ട് മൾട്ടിപ്പിൾ സെർവിങ്സിൽ തീർത്തു. എന്ത് ഞാൻ വീഡിയോ എടുക്കണ്ടേ? എന്തായാലും കുഴപ്പമില്ല. ഇതും കൂടെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് റൂമിലേക്ക് പോവാം. ഫോട്ടോഷൂട്ട് ടൈമാണ് ഇത് കഴിഞ്ഞാൽ. പൈസ കൊടുക്കാതെ ഹീറ്റഡ് പൂളിൽ ഇറങ്ങാൻ പറ്റിയ ഫീലിംഗ് ആണ്. നല്ല ചൂട് വെള്ളത്തിന് അല്ലേ വേദോ? നല്ല ചൂടാണ്. പിള്ളേർക്കും നല്ലത് ഇതാ. ഹീറ്റഡ് നല്ല ചൂടുണ്ട് ഈവനിങ് ആയിട്ടും. നമുക്ക് ഈ ചൂട് ഭയങ്കര ചൂടാട്ടോ ഫോർട്ട് കൊച്ചിയിൽ. അത് മഴയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്. പക്ഷെ എന്താന്ന് പറ. തന്നെ ചാടാൻ പോവാണോ? ഓ പേടിയൊന്നും ഇല്ല ഇപ്പൊ? അമ്പോ. ഓ കമാൻ 1 2 ഓ സൂപ്പർ. ഇതാ പറഞ്ഞത് പൂള്. എനിക്കൊന്ന് ബേസിക് റൂംസ് മുകളിലാകുന്നു. ഏകദേശം ഒരു 200 സ്ക്വയർ ഫീറ്റിന്റെ റൂംസ് ആണ്. മെയിൻ സ്ഥലത്ത് ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. ആ കാണുന്ന ഒരു 300 ഇയർ ഓൾഡ് ബിൽഡിംഗ് ആണ്. ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഏകദേശം 3000 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് ഫുഡിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ കാരണം ഇവിടെ ഒന്നും കഴിച്ചില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കഫേസ് എക്സ്പ്ലോർ ചെയ്യാനും റെസ്റ്റോറൻറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാനേ ടൈമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നൊന്നും കഴിച്ചില്ല. പക്ഷേ സ്റ്റേ വൈസ് ഇറ്റ് ഇസ് ഓക്കെ. റെനോവേഷൻ നടക്കുന്നുണ്ട്, അതിൻ്റെ കുറച്ച് പോരായ്മകളുണ്ട്. പക്ഷെ എന്നാലും 3000 രൂപയ്ക്ക് നമുക്ക് ഒന്നും പറയാനില്ല. കൊറിയൻ ഗേൾ ആയിപ്പോയി. കൊറിയൻ ഗേളും ഇത് മറ്റേ യോ ബോയും. ഹലോ എന്താ നല്ല സ്ഥലം നോക്ക്. ദിസ് ലുക്സ് ലൈക്ക് ഒരു സ്ലൈസ് ഓഫ് 5 സ്റ്റാർ ഹോട്ടൽ ബാലിഷ് കേരള വൈബ്സ് ആണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇത് ഫോർട്ട് ഹൗസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാണ്. ഞാൻ സീ ഫ്രണ്ട് കഫേ എന്ന് പറഞ്ഞ് കിട്ടിയപ്പോൾ എനിക്കൊരു ഓപ്ഷൻ ഇതാ കിട്ടിയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സീ ഫ്രണ്ടിൽ നമുക്ക് പോയി കോഫീസ് വല്ലതും കുടിക്കാൻ പറ്റുമോ നോക്കാം. കുറച്ച് ലേറ്റായി, സൺസെറ്റ് കഴിഞ്ഞു. എന്നാലും കുഴപ്പമില്ല. ഭയങ്കര നല്ലൊരു ആംബിയൻസ്. റേറ്റ് ആംബിയൻസ് പോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. എന്ത് നല്ല ആംബിയൻസ് ആണെന്ന് നോക്ക്. ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു സീസൈഡ് ഡൈനിങ് ഉണ്ടെന്ന്. ഏതാ ഇത് ഏരിയ? അതേതാ? ഇതാണ് സീകളില്. ഓ അപ്പൊ സീകളിൽ ഇരുന്ന് കഴിക്കാം. ഫാമിലി ക്രൗഡ് വരും അല്ലേ? രാജു പണ്ടത്തെ ബാറല്ലേ അത്? ഭയങ്കര ആംബിയൻസ് ആണല്ലോ. ഓ സീകളിൽ ഇനി ഒരു തവണ വരണം. സീകളിൽ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആണ്. രാജു വെറും ബാറാണ്, പക്ഷെ ഫുൾ ഫാമിലി ക്രൗഡാണ് കാണുന്നത്. ദിസ് ഇസ് ലൈക്ക് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതാണ് ഫോർട്ട് കൊച്ചിയിൽ പറ്റുമെങ്കിൽ ഒരു ദിവസം വന്ന് താമസിക്കുക, അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് വന്ന് താമസിക്കുക. ഇത് കൊള്ളാം കേട്ടോ. നഗറ്റ്സ് ഫ്രോസൺ നഗറ്റ്സ് ഒന്നുമല്ല, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നഗറ്റ്സ് കിട്ടുന്നത്. റേറ്റ് വൈസ് എല്ലാം ഇതൊക്കെ ഒരു 250, പക്ഷേ ചില ഡിഷസ് ഒക്കെ ഒരു 700-600 വരെ പോകുന്നുണ്ട്. ജിഞ്ചറയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹോം മെയ്ഡ് ജിഞ്ചറയിലാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടുത്തെ ആംബിയൻസ് ആണ്. അതിന് അതിൻ്റെ കൂടെ അവർ ഓഡോമസും പ്രൊവൈഡ് ചെയ്യും. എന്ത് കോഫിയാ? ഫൈനലി ഡിന്നർ കഴിക്കാൻ എന്തോരം സ്ഥലങ്ങളല്ലേ ഫോർട്ട് കൊച്ചിയിൽ. അത് എല്ലാം നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുന്ന സംഭവങ്ങളാണ്. ഇത് ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു പിസ്സ ഏരിയയാണ്. സോ നമ്മൾ വിചാരിച്ചു ഡിന്നർ ഇന്ന് എല്ലാവർക്കും ഒരു പിസ്സ കഴിക്കാനുള്ള മൂഡ്. ഉച്ചത്തെ ബ്രഞ്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അത്യാവശ്യം വയറ് ഫുള്ളായി ഇപ്പോഴും ഇരിക്കുകയാണ്. അതുകൊണ്ട് പിസ്സ ഇസ് ആക്ച്വലി നോട്ട് ദാറ്റ് ഹെവി. അപ്പോൾ പിസ്സ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു ഒത്തൻറ്റിക് ഇറ്റാലിയൻ പിസ്സ സെർവ് ചെയ്യുന്ന സ്ഥലമാണ്. റെസ്റ്റോറൻറ്റ് ആംബിയൻസ് ഒക്കെ സൂപ്പറാണ്. പിന്നെ എനിക്കൊന്ന് ഫോർട്ട് കൊച്ചിയിൽ വേറെ എവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഫ്രഷ് ആയിട്ട് ഇത് വുഡ് ഫയർ അവണിൽ അവരുണ്ടാക്കുന്നത്. ഭയങ്കര ഒരു എൻവയൺമെൻ്റലി കോൺഷ്യസ് ആയിട്ടൊക്കെയാണ് അവരൊരു ഇൻഗ്രീഡിയൻസ് പ്രൊക്യൂർ ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര വെറൈറ്റീസ് ഒന്നുമില്ല. എല്ലാം ഫ്രഷസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് ആയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. എനിക്കൊന്ന് മേ ബി കൊച്ചിയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒത്തൻറ്റിക് പിസ്സ ആയിരിക്കും. ഇവൻ്റെ ചീസിനോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചീസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളിത് എവിടെ ഇരിക്കുന്നത് ബാക്കിൽ AC ഹാളിനുള്ള സ്പേസും ഉണ്ട്. എവിടെ പോയാലും ഈ സാധനം കണ്ട അവിടെ ഓർഡർ ചെയ്യും. എത്രാമത്തെ ഇതാണ് കഴിക്കുന്നതെന്ന് അറിയാം. കലമാരി റിങ്സ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള പ്രിപ്പറേഷനാണ്. ഇത് കണ്ടിട്ട് വളരെ മൈൽഡ്ലി സ്പൈസ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഒരു ഒത്തൻറ്റിക് ഇറ്റാലിയൻ സ്പൈസസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സംഭവം തോന്നുന്നു. നമ്മൾ നേരത്തെ കഴിച്ചത് കേരള സ്റ്റൈലായിരുന്നു. ദെൻ ഇവരുടെ ഡിപ്പ് നല്ല ക്രിസ്പിയാണ് സംഭവം. അത് തുടങ്ങുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കുറച്ച് ഫ്ലേവറിൽ കുറവ് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. എനിക്ക് മറ്റേ എവിടെയാണ് കഴിച്ചത്, ഇന്നലെയും കണ്ടാൽ തോന്നുന്നു നല്ല ഒരു കേരള ഫ്ലേവറുള്ള ഒരു സംഭവം കഴിച്ചു. അത് സംഭവമായിരുന്നു. ഫ്യൂഷൻ ബേയിൽ ഞങ്ങൾ ഇന്നലെ കഴിച്ചു. അത് ഇതിനെ കാട്ടി കുഴപ്പമില്ല. ഫ്യൂഷൻ ബേയിൽ ഞങ്ങൾ ഇന്നലെ കഴിച്ചായിരുന്നു. അത് ഇതിനെ കാട്ടി കുറച്ചും കൂടെ ഫ്ലേവർഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത്.
എനിക്ക് ഫ്രീക്ക് ഒരു പാസ്ത പറഞ്ഞ ഇത് മൗണ്ടൻ ഓഫ് പാസ്ത പോലെ ഉണ്ട്. Creamy, it's going to be so delicious. You can actually see the milk, cream, butter, cheese, everything in white. And അതെ പ്രിയ വൈറ്റ് എടുത്ത് എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല ഒരു ക്രീമി ഫ്ലേവർഫുൾ പാസ്ത ആയിരിക്കും. ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവമായിരിക്കും. കഴിച്ചിട്ട് ഒരു രക്ഷയില്ല. പ്രിയ സ്കോർ ചെയ്തു. ഞാൻ എറണാകുളത്ത് കഴിച്ചിരിക്കുന്നതിൽ വെച്ച് മോസ്റ്റ് ഫ്ലേവർഫുൾ പാസ്തയാണ്. ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മഷ്റൂം വേണം. മഷ്റൂമിന്റെ ഫ്ലേവർ ആണ് അത്രയും ട്രേസ്. ഒരു ട്രഫിൾ ഓയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി ദ ബെസ്റ്റ് ചിക്കൻ പാസ്ത. കാരണം അല്ലെങ്കിൽ വൈറ്റ് സോസ് എന്നൊക്കെ പറഞ്ഞ് കുറെ മൈദയും അതൊക്കെ ഇട്ട് ഭയങ്കര കുഴച്ചിട്ട് ഇത് അതും വൈറ്റ് സോസേ അല്ല, പ്രോപ്പർ ചീസും ക്രീമൊക്കെ ഇട്ടാണ് അത് കുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് സോ ഗുഡ്. ഇത് ടെൻഡർലോയിൻ പിzzയാണ്. ഇത് ഇവിടുത്തെ ഒരു മാൻസോ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് ലുക്ക് സോ നൈസ്. എനിക്ക് തോന്നുന്നു അണിയൻസ്, ബീഫ് സോസ്, ഇത് അവരുടെ പെപ്പറോണിയാണ്. പെപ്പറോണി ചീസ്. ബെസ്റ്റ് പാർട്ട് ഇത് തിൻ ക്രസ്റ്റ് ആണ്. ഇത് ക്രസ്റ്റ് ലുക്ക് സോ നൈസ്. പെർഫെക്റ്റ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് വരുന്നത്. പിസ്സ എസ്പെഷ്യലി ദ ബീഫ് ഇറ്റ് സോ ഗുഡ്. ഇതിൽ കൂടുതൽ മഷ്റൂമിൻ്റെ ഒരു പിന്നെ ഒലിവ് ഓയിലിൻ്റെ ഫ്ലേവറാണ്. ഹൈലി റെക്കമെൻഡഡ്. ഡെഫിനറ്റ്ലി ലീലയുടെ ബുഫേ ഇസ് റിയലി വർത്ത് ഇറ്റ്. അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ കോഫി കുടിച്ച സ്ഥലം. ആംബിയൻസ് ഇസ് നൈസ്. ഹോട്ട് ചോക്ലേറ്റ് ആൻഡ് ഓൾ ഇസ് വെരി ബാഡ്. നൈറ്റ്ലി കണ്ട പിzzയും പാസ്തയും 100% റെക്കമെൻഡ്. നിങ്ങൾ ഞങ്ങൾ ഈ നാപ്പിയർ റിസോർട്ടിൽ താമസിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി വരുവാണെങ്കിൽ ലീലയും ഇതും 100% വിസിറ്റ് ചെയ്യാം. ഒരു പിzzയ്ക്കൊക്കെ ഒരു 650 ആ റേഞ്ചാണ്. പാസ്ത ഇസ് ലൈക്ക് 450 റേഞ്ച്. ഡ്രിങ്ക്സ് ആർ വെരി അഫോർഡബിൾ. ഡിസേർട്ട് ഒരു ഓഫറുണ്ട്, മെനുവിലുണ്ട്. അത് 3 ഡിസേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 470 കണ്ട് കൊടുത്താൽ 430 കണ്ട്. അടിപൊളിയായിരിക്കും കേട്ടോ ഫോർട്ട് കൊച്ചിയിലെ ഫുഡ് ജോയിൻസ്. എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്? ഇത് ഐസ്ക്രീം അല്ല, കണ്ട ഐസ്ക്രീം പോലെ ഉണ്ട്. ഇത് ചോക്ലേറ്റ് മൂസ്, പാനക്കോട്ട, ടീരാമിസു. ഇത് ഇപ്പൊ തീരും സംഭവം. തീരും. ഓക്കെ ഗൈസ്, സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേസ് വ്ളോഗ്. ഒരു അടിപൊളി ഫുഡ് സെഷൻ ആയിരുന്നു. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി വന്ന് ഈ സ്ഥലങ്ങളൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു കമന്റ്. എന്തായാലും നാളെ വേറൊരു അടിപൊളി വ്ളോഗായിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. എന്താ ഞാൻ പറയുന്നതെന്ന്